ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നമ്മൾ LP-UP ഒരു സീരീസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഞാൻ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ബാക്കി ഓരോ ക്ലാസ്സുകൾ വരും ദിവസങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് നോക്കിയാലോ? ഓക്കെ അല്ലേ? കഴിഞ്ഞ 10th ലെവലൊക്കെ വന്ന ക്വസ്റ്റ്യനാണ് ഇതെല്ലാം. LP-UP എല്ലാം 10th ലെവലായിക്കോട്ടെ, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കേവല പൂജ്യം? കേവല പൂജ്യ ഊഷ്മാവ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, താപനില എന്താണ്? താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയും. എന്താ? താപനിലയുടെ SI യൂണിറ്റ് എന്താ? കെൽവിനും. എന്നാൽ താപത്തിൻ്റെ SI യൂണിറ്റ് അത് ജൂളുമാണ്. പഠിച്ചു വെച്ചോണം. താപനില ചോദിച്ചാൽ അത് കെൽവിനും, താപം ചോദിച്ചാൽ അത് ജൂളുമാണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം കെൽവിൻ സ്കെയിൽ എല്ലാവർക്കും കേട്ട് കാണും. കെൽവിൻ സ്കെയിൽ എന്താ? കെൽവിൻ സ്കെയിൽ താപനില 0 എന്ന് സങ്കല്പിച്ചുകൊണ്ട് ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആവിഷ്കരിച്ച സ്കെയിലാണെന്ത്? കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ 0 കാണിക്കുന്ന താപനിലയാണ് അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയും. എന്താ? 0 കെൽവിൻ ആണെന്ത്? അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പറയും. ഇദ്ദേഹം പറഞ്ഞ ഇത്ര ഉള്ളു. കാര്യം താപനില കുറഞ്ഞ് 0 ആകുമ്പോൾ വോളിയവും വ്യാപ്തവും 0 ആകുമെന്നാണ് ആര് പറഞ്ഞത്? ലോർഡ് കെൽവിൻ പറഞ്ഞത്. അതൊരു സാങ്കല്പികമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സാങ്കല്പിക താപനിലയാണെന്ത്? 0 കെൽവിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചോദിക്കും, ഒരു ഡിഗ്രി സെൽഷ്യസ് എന്നിട്ട് അത് എങ്ങോട്ട് മാറ്റാൻ പറ്റും? പറയും കെൽവിനിലേക്ക് മാറ്റാൻ പറയും. എന്താണ്? ഒരു ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ പറയും. പഠിച്ചോണം. ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ആ തരുന്ന വാല്യൂ, ആ വിലയുടെ കൂടെ 273.15 കൂട്ടുക. അപ്പോൾ ഉദാഹരണം 10 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാ? 10 + 273.15. 20 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാ? 20 + 273.15. 1000 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാ? 1000 + 273.15. മനസ്സിലായോ? ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിന്റെ വിലയുടെ കൂടെ എന്ത് ചെയ്യുക? 273 കൂട്ടുക. ഓക്കെ, ഒരു ഇക്വേഷൻ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. T കെൽവിൻ സ്കെയിൽ വില കണ്ടുപിടിക്കണം. ഡിഗ്രി സെൽഷ്യസിന്റെ വില നമുക്ക് തരും. അതിൻ്റെ കൂടെ 273.15 അങ്ങ് കൂട്ടിക്കളയാം. ചോദിക്കും 10 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാ? 10 + 273.15 കെൽവിനാ. മനസ്സിലായോ? എന്ന് വെച്ചാൽ എത്ര? 283.15 കെൽവിൻ എന്ന് വരും. ഡിഗ്രി സെൽഷ്യസ് വന്നിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 273.15 കൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പം എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, 0 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 0 + 273.15 273.15 കെൽവിൻ എന്ന് വരും. പഠിക്കേണ്ട കാര്യം, ഡിഗ്രി സെൽഷ്യസ് ആണ് തരുന്നതെങ്കിൽ അത് കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി 273.15 കൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടുക. എൻ്റെ ക്വസ്റ്റ്യൻ, ഡിഗ്രി സെൽഷ്യസിലെ വില നെഗറ്റീവ് വരും, എന്നാൽ ഒരിക്കലും കെൽവിൻ സ്കെയിലിലെ വില നെഗറ്റീവ് വരൂല. അങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. -273.15 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ കുളിക്ക് പറയാം -273.15 + 273.15
1.5. നമ്മുടെ ആൻസർ 0 കെൽവിൻ എന്ന് പറയും. എന്നുവെച്ചാൽ 0 കെൽവിൻ എന്ന് പറയുന്നത് -273.15 ഡിഗ്രിയാണ് എന്ന് പറയാം. ക്ലിയർ? അപ്പം ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ കൂട്ടുക. എന്തുകൊണ്ട് കൂട്ടുക? 273.15 കൊണ്ട് കൂട്ടുക. ഇത് തിരിച്ചു ചോദിക്കും. അപ്പം ഡിഗ്രി സെൽഷ്യസ് തന്ന് കെൽവിനിലോട്ട് മാറ്റാൻ പറഞ്ഞു. ഇനി അടുത്ത എന്താ? കെൽവിൻ തന്നിട്ട് എങ്ങോട്ട് മാറ്റാൻ പറയും? കെൽവിൻ തന്നിട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറയും. കുറയ്ക്കുക. കെൽവിൻ തന്നിട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ കുറയ്ക്കുക, മൈനസ് ചെയ്യുക. എന്തുകൊണ്ട്? 273.15 കൊണ്ട് മൈനസ് ചെയ്യുക. ഓക്കെ. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ ഉദാഹരണം 1273.15 കെൽവിൻ എത്ര ഡിഗ്രിയാന്ന് ചോദിച്ചാൽ കെൽവിൻ തന്നു, എങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു? ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. കെൽവിൻ തന്നു, ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? 1273.15 മൈനസ് 273.15 കൊണ്ട് കുറയ്ക്കുക. നമ്മുടെ ആൻസർ ഈസ് 1000 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? അപ്പം അടുത്ത് ഞാൻ ചോദിക്കാം, 0 കെൽവിൻ എത്ര ഡിഗ്രി സെൽഷ്യസാ? 0 മൈനസ് 273.15 273.15 ഡിഗ്രി സെൽഷ്യസ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ എന്താണ് കേവല പൂജ്യം? 0 കെൽവിൻ എന്ന് പറയുന്നത് ഇവിടെ 0 കെൽവിൻ എന്ന് കൊടുത്തിട്ടില്ല അല്ലേ? 0 ഡിഗ്രി അല്ല, നമുക്കറിയാം കേവല പൂജ്യം 0 കെൽവിനാണ്. 0 കെൽവിന് തുല്യമായിട്ടുള്ള എന്താണ്? 0 കെൽവിൻ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ പറഞ്ഞതാണ് -273.15 ഡിഗ്രിയാണ് 0 കെൽവിൻ എന്ന് വരിക. 0 കെൽവിൻ എന്ന് പറയുന്നത് -273.15. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ശ്രദ്ധിക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ പൊതുവെ എന്തെന്ന് പറയും? നമുക്കറിയാം നമ്മുടെ ആവർത്തന പട്ടിക നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും. ആവർത്തന പട്ടിക ഈ സൈഡിൽ കിടക്കുന്ന മൂലകങ്ങളുണ്ട്. 1ഉം 2ഉം മൂലകങ്ങൾ, 1ആം ഗ്രൂപ്പും 2ആം ഗ്രൂപ്പും. ഇവിടെ കിടക്കുന്ന മൂലകമുണ്ട്. നമുക്കറിയാം 13 മുതൽ 18 വരെ. ഇവിടെ കിടക്കുന്നതാണ് എന്ത്? 3 മുതൽ 12 വരെ. എല്ലാവർക്കും അറിയാം. ഇവിടെ കിടക്കുന്നതാണ് എന്ത്? നമ്മുടെ ലാന്തനോയിഡും ആക്ടിനോയിഡും. എല്ലാവർക്കും ഇതറിയാം. നമുക്കറിയാം ഈ 1ആം ഗ്രൂപ്പ് മൂലകത്തിൻ്റെയും 2ആം ഗ്രൂപ്പ് മൂലകം ഇതല്ലേ എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്. ഈ നടുക്കിടക്കുന്ന ഇവന്മാരാണെന്ത്? ഡി ബ്ലോക്ക്. ഇവന്മാരാണെന്ത്? എഫ് ബ്ലോക്ക്. ലാന്തനോയിഡും ആക്ടിനോയിഡുമാണ് എഫ് ബ്ലോക്ക്. നമുക്ക് ഈ 1ഉം 2ഉം എസ് ബ്ലോക്കാണ്. 13 മുതൽ 18 വരെയുള്ള പി ബ്ലോക്ക്. ഇവന്മാരെ പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകം. എന്താണ്? പ്രാതിനിധ്യ മൂലകം. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ് എന്നോ അല്ലെങ്കിൽ പ്രധാന ഗ്രൂപ്പ് മൂലകം എന്നോ അറിയപ്പെടും. കാരണം മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്താണ്? ഇവന്മാരെ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ പ്രത്യേകത പഠിച്ചോണം. എന്താണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റിന്റെ പ്രത്യേകത? ഓക്കെ, ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റിന്റെ പ്രത്യേകത, ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ഗ്രൂപ്പിൽ സമാന സ്വഭാവം കാണിക്കും. എന്നുവെച്ചാൽ എസ് ബ്ലോക്ക് ഗ്രൂപ്പിൽ സമാന സ്വഭാവം, പി ബ്ലോക്ക് ഗ്രൂപ്പിൽ സമാന സ്വഭാവം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാതിനിധ്യ മൂലകവും ഗ്രൂപ്പിൽ എന്താണ്? സമാന സ്വഭാവം കാണിക്കത്തുള്ളൂ. അപ്പം പഠിച്ചു വെച്ചോണം. പ്രാതിനിധ്യ മൂലകം 1ഉം 2ഉം 13 മുതൽ 18 വരാണ് പ്രാതിനിധ്യ മൂലകം. പ്രാതിനിധ്യ മൂലകം 1ഉം 2 എസ് ബ്ലോക്ക് 13 മുതൽ 18 വരെയുള്ളതാണ് പ്രാതിനിധ്യ മൂലകം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാതിനിധ്യ മൂലകം ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഗ്രൂപ്പിൽ സമാന സ്വഭാവം. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പീരിയഡ് ഇതല്ലേ പീരിയഡിൽ വ്യത്യസ്ത സ്വഭാവം. ഗ്രൂപ്പിൽ സമാന സ്വഭാവം, പീരിയഡിൽ വ്യത്യസ്ത സ്വഭാവം. ഓക്കെ, എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നുള്ള ഖരമുണ്ട്, ദ്രാവകാവസ്ഥയിൽ കാണും, വാതകാവസ്ഥയിൽ കാണും. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകം, അങ്ങനെ വ്യത്യസ്ത ഭൗതികാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകം. ഖരാവസ്ഥ,
ദ്രാവകാവസ്ഥ. നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ സോഡിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ എന്താണ്? ഖരമാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, വാതകമാണ്. എന്നാൽ പി ബ്ലോക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ബോറോൺ, അലൂമിനിയം, കാർബൺ, നൈട്രജൻ ഒക്കെ ഉണ്ട്. അലൂമിനിയം ഒക്കെ ലോഹമാണ്. അലൂമിനിയം ഖരാവസ്ഥയിലാണ് അല്ലെ. നൈട്രജനും ഓക്സിജനും ഒക്കെ എന്താ? വാതകാവസ്ഥയിലാണ്. എന്നാൽ ബ്രോമിൻ, നിങ്ങൾക്കറിയാം ബ്രോമിൻ എന്താണ്? ദ്രാവകാവസ്ഥയിൽ. അപ്പം എസ് ബ്ലോക്ക്, ബി ബ്ലോക്ക് മൂലകങ്ങളെയാണ് പ്രാതിനിധ്യ മൂലകം എന്ന് പറയുന്നത്. അവ എന്താണ്? വ്യത്യസ്ത ഭൗതികാവസ്ഥയിൽ കാണപ്പെടുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിൽ സമാന സ്വഭാവം, പീരിയഡിൽ വ്യത്യസ്ത സ്വഭാവം. രണ്ടാമത്തെ എന്താ മക്കളെ? വ്യത്യസ്ത ഭൗതികാവസ്ഥയിൽ കാണപ്പെടുന്നു. മൂന്നാമത്തെ പ്രാതിനിധ്യ മൂലകത്തിലെ മൂന്നാമത്തെ പ്രത്യേകത, ഇതിൽ ലോഹമുണ്ട്, അലോഹമുണ്ട്, ഉപലോഹമുണ്ട്. ലോഹം, അലോഹം, ഉപലോഹം. മനസ്സിലായോ? ഇത് മൂന്നും കാണപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്കാണ്. പി ബ്ലോക്കിൽ എന്തുണ്ട്? ലോഹം, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, സെമി മെറ്റൽസ് അഥവാ മെറ്റലോയിഡ് ഉണ്ട്. കാരണം നമുക്ക് എസിനെയും പീനെയുമാണ് പ്രാതിനിധ്യ മൂലകം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പ്രാതിനിധ്യ മൂലകത്തിൽ ലോഹം, അലോഹം, ഉപലോഹമുണ്ട്. ഈ മൂന്നും ഉൾപ്പെടുന്ന ബ്ലോക്കാണ് നിങ്ങളുടെ ചോദിച്ചെങ്കിൽ ഒരേ പൊളിക്ക് പറയണം പി ബ്ലോക്ക്. മൂന്നും കാണപ്പെടുന്ന ബ്ലോക്കാണെങ്കിൽ പി ബ്ലോക്ക് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? എസ് ബ്ലോക്കിനെ, പി ബ്ലോക്കിനെ പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്രാതിനിധ്യ മൂലകം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ. എന്നാൽ സംക്രമണ മൂലകമാണ് 3 മുതൽ 12 വരെ, അഥവാ ഡി ബ്ലോക്ക് മൂലകമാണ് സംക്രമണ മൂലകം അഥവാ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയും. അത് 3 മുതൽ 12 വരെയാണ്. ലാന്തനോയിഡും ആക്ടനോയിഡുമാണ് അന്തസംക്രമണ മൂലകം അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. ക്ലിയർ കട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം. ഞാൻ ഉണ്ടാകുന്ന വാതകങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. ഒന്നാമത്തെ പോയിന്റ്, മെറ്റൽസ്, ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അത് ഹൈഡ്രജനാണ്. എന്താണ്? ഒരു ലോഹമാണ് ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് ഒരു ലോഹം എടുത്തു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് ഞാൻ ഒരു ആസിഡ് എടുത്തു. ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു സിങ്ക് എന്ന ലോഹം ഇട്ടു. അങ്ങനെ ലോഹം ആസിഡുമായി പ്രവർത്തിക്കുമെങ്കിൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഒന്നാമത്തെ പോയിന്റ് എന്താ? ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഒന്നും കൂടെ പറഞ്ഞേ, ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അത് ഹൈഡ്രജനാണ്. ചോദിക്കുന്നയാ, ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു, അതിൻ്റെ അകത്ത് സിങ്ക് എന്ന ലോഹം ഇടുന്നു, ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണം. രണ്ടാമത്തെ പോയിന്റ് പഠിച്ചോണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഒരു ലോഹം ബേസ് അഥവാ ആൽക്കലിയുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അതും ഹൈഡ്രജനാണ്. നമുക്കറിയാം ഹൈഡ്രോക്സൈഡ് വരുന്നതൊക്കെ ആൽക്കലി അല്ലെങ്കിൽ ബേസാണ്. NaOH, KOH. മനസ്സിലായോ? ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തേക്ക് ഞാൻ എന്താണ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തേക്ക് ഞാൻ എന്താണ് NaOH ഇടുന്നു. ഓക്കെ അല്ലേ? അതിൻ്റെ അകത്തേക്ക് എന്താ ഒരു ലോഹം എന്താണ് സിങ്ക് ഇടുന്നു, ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. അപ്പോൾ പഠിച്ചോണം, ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാലും ലോഹം ബേസ് അല്ലെങ്കിൽ ആൽക്കലിയുമായി പ്രവർത്തിച്ചാലും ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് എന്ന് ഓർത്തോണം. മനസ്സിലായോ? ഇനി ലോഹം ജലവുമായി പ്രവർത്തിച്ചാൽ അതും ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ലോഹം ജലവുമായി പ്രവർത്തിച്ചാലും ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. മക്കളെ, ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തേക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തേക്ക് അല്പം ജലമെടുക്കുക, അല്ലെങ്കിൽ ഒരു ബീക്കറിൻ്റെ അകത്തേക്ക് ജലമെടുക്കുക. അതിൻ്റെ അകത്ത് സോഡിയം എന്ന മെറ്റൽസ് ഇട്ടു, പൊട്ടും.
പടാന്ന് ഒരു ഒച്ചം കേൾക്കും. ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. കാരണം Na എന്ന് പറയുന്ന ലോഹം ജലവുമായി പ്രവർത്തിച്ചാൽ NaOH പ്ലസ് എന്താ ഹൈഡ്രജനാണ് ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ ലോഹങ്ങളും തണുത്ത ജലവുമായി പ്രവർത്തിക്കത്തില്ല. തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങളാണ് കോൾഡ് വാട്ടർ അഥവാ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നാമത് ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ആസിഡ് ലോഹം ബേസുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ലോഹം ജലവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യമാണ്. ഇനി അടുത്ത പഠിച്ചു പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതാണ് KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു, ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം അത് ഓക്സിജനാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം അത് ഓക്സിജനാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുന്നു, ചൂടാക്കുന്നു, ഉണ്ടാകുന്ന വാതകം അത് ഓക്സിജനാണ്. എന്നാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്കെ അല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്കെ അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അത് ക്ലോറിനാണ്. മാറിപ്പോയതും പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം അത് ക്ലോറിനാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം, കാർബണേറ്റ് അറിയാമോ? കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്. ഈ കാർബണേറ്റിനെ ഞാൻ ചൂടാക്കുക. ഉദാഹരണം, ഞാനൊരു കാൽസ്യം കാർബണേറ്റ് എടുക്കുക. ഇതിനെ ഞാൻ ചൂടാക്കുക. ഉണ്ടാകുന്ന വാതകം കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്ന് വെച്ചാൽ ഒരു കാർബണേറ്റിനെ ചൂടാക്കിയാൽ നമുക്കറിയാം ഈ കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? ചുണ്ണാമ്പ് കല്ല്, മുട്ടത്തോട്, മാർബിള്, ചോക്ക്, ഇതൊക്കെ കാൽസ്യം കാർബണേറ്റ് ആണ്. ഈ കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കിയ ഉണ്ടാകുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി അടുത്ത ഒരു പോയിന്റും കൂടെ, കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് നമുക്ക് എടുക്കാം. ഇത് ആസിഡുമായി പ്രവർത്തിക്കുകയാണ്, ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ചോദിക്കുന്നത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, അതിൻ്റെ അകത്ത് മാർബിൾ ഇട്ടു, മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ്, ഉണ്ടാകുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.